എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊല മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. കൃത്യം നടത്തുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കൊല്ലപ്പെട്ട 3 പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊലപാതകം നടത്തുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തന്റെ സഹോദരിയെപ്പറ്റി ജിതിൻ മോശം പരാമർശങ്ങൾ നടത്തിയതാണ് ആക്രമണത്തിന് പ്രകോപനമെന്നും തടയാൻ ശ്രമിച്ചവരെയും ആക്രമിക്കുകയായിരുന്നുവെന്നും ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഋതു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്നും ലഹരിക്കേസിൽ 52 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഋതു ഇക്കാര്യങ്ങൾ പോലീസിനോട് സമ്മതിച്ചത്. കേസിന്റെ അന്വേഷണത്തിനായി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 17 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ബൈക്കിന്റെ സ്റ്റംപ് ഉപയോഗിച്ചുള്ള അടിയിൽ 3 പേരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വേണുവിന്റെ തലയിൽ 6ഉം വിനിഷയുടെ തലയിൽ 4ഉം ഉഷയുടെ തലയിൽ 3ഉം മുറിവുകളുണ്ട്. 8 സെന്റിമീറ്റർ വരെ നീളത്തിലാണ് വിനിഷയുടെ തലയിൽ മുറിവേറ്റത്. 2 പേർ ആശുപത്രിയിലും ഉഷ ആശുപത്രിയിൽ എത്തുന്നതിനു മുമ്പും മരിച്ചിരുന്നു. പരിക്കേറ്റ ജിതിൻ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബന്ധുവീട്ടിലെ പൊതുദർശനത്തിനു ശേഷം തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കാര ചടങ്ങുകൾ നടത്തും. മീഡിയ 1 കൊച്ചി.